ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവന്നു. അനധികൃത സ്വത്ത് സമ്പാദനം, മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറി, സ്വർണ്ണക്കടത്ത് തുടങ്ങി PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ല എന്നീ റിപ്പോർട്ടിൽ പറയുന്നു. തെളിവ് ഹാജരാക്കാൻ PV അൻവറിന് കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. MR അജിത് കുമാറിനെ സഹായിക്കാൻ വിജിലൻസ് മാനുവൽ പോലും അട്ടിമറിക്കുകയാണെന്നും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഇതേ റിപ്പോർട്ടിനെ കുറിച്ച് വിജിലൻസ് കോടതി നടത്തിയ പരാമർശവും ഒക്കെ ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. ആ റിപ്പോർട്ടിന് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം പോലും അത് പാടില്ലായിരുന്നു എന്ന് കോടതി പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ടിന്റെ ഒരു മുഴുവൻ രൂപവും പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതിൽ ADGPയെ കുറ്റവിമുക്തനാക്കുന്നത് സർക്കാർ? പ്രജ്ന, ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് എന്നുള്ളതാണ് പരക്കെ പരാമർശവും ഒപ്പം ആക്ഷേപവും ഉയർന്നിരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ സർക്കാർ സമർപ്പിച്ച ഈ റിപ്പോർട്ട് കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നമ്മൾ പുറത്തുവിട്ടു. കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ADGP MR അജിത് കുമാറിനെതിരെ ഒരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒപ്പം ആ തെളിവുകൾ നൽകുവാൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതിയുമായി വന്ന PV അൻവർ MLAക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ അന്വേഷണങ്ങൾ നടത്തിയത് 5 കാര്യങ്ങളിലായിട്ടാണ്. മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിലെ തേക്കുമരം മുറിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം, ഒപ്പം സ്വർണ്ണക്കടത്ത് മാഫിയയുമായി MR അജിത് കുമാറിന് പങ്കുണ്ട് എന്നുള്ള ആരോപണം, ഒപ്പം കവടിയാറിൽ അദ്ദേഹം ആഡംബര സമുച്ചയം അല്ലെങ്കിൽ ആഡംബര വീട് നിർമ്മിക്കുന്നു എന്നുള്ള ആരോപണം, മറ്റൊന്ന് കേസൊതുക്കി തീർക്കാൻ ഷാജൻ സ്കറിയയിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള ആരോപണം. ഇങ്ങനെ 5 ആരോപണങ്ങളാണ് പ്രധാനമായും വിജിലൻസ് അന്വേഷിച്ചത്. ഈ 5 എണ്ണത്തിലും ഒരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞില്ല വിജിലൻസിന് എന്നുള്ള റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്തായാലും രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും പ്രതിപക്ഷ നേതാക്കളടക്കം രംഗത്തെത്തി പറയുന്നുണ്ട്. ധാർമ്മികമായി മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം, കാരണം വിജിലൻസ് വകുപ്പ് കൂടി അദ്ദേഹത്തിന്റെ ചുമതലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടുന്നത്. വലിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ ക്ലീൻ ചീറ്റ് നൽകി എന്നുള്ള ആരോപണമായി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഇതിന്റെ പരാതിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ കോടതിയിൽ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയ അഡ്വക്കേറ്റ് നാഗരാജിനെ ഈ മാസം 30 നേരിട്ട് കേൾക്കുവാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. റിനു ശ്രീധറാണ് വിശദാംശം.